നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ടുള്ള 3 സെറ്റിങ്സാണ്. നിർബന്ധമായും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ മാറ്റം വരുത്തി വെക്കേണ്ട 3 സെറ്റിങ്സ്. മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഏറ്റവും സെക്യൂരിറ്റി നൽകുന്ന ഒരു സെറ്റിങ്സ് കൂടി ഇതിനകത്ത് ലഭ്യമാണ്. എന്തൊക്കെയാണ് പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ നിർബന്ധമായും മാറ്റം വരുത്തേണ്ട 3 സെറ്റിങ്സ് എന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്താണ് പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ ഏറ്റവും നിർബന്ധമായും ചെയ്തു വെക്കേണ്ട 3 സെറ്റിങ്സ് നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കാണിക്കും. ഏറ്റവും മുകളിൽ നമുക്ക് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ 3 ഓപ്ഷനാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇവിടെ ഏറ്റവും അവസാനത്തിൽ കാണുന്ന ഈ ഒരു സെറ്റിങ്സ് ആപ്പ് പ്രൈവസി എന്ന് കാണുന്ന മൂന്നാമത്തെ ഈ സെറ്റിങ്സ് ഈ അടുത്ത കാലത്തായിട്ട് പ്ലേ സ്റ്റോർ കൊണ്ടുവന്ന ഒരു സെറ്റിങ്സാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ കൈ തട്ടി അറിയാതെ ഡൗൺലോഡ് ചെയ്തോ നമ്മൾ തന്നെ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്തോ ആയിരിക്കും അത്തരം ആപ്പുകൾ. ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത ഇത് അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്പുകളാണ്. അതായത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു എന്നല്ലാതെ നമ്മൾ ആ ഒരു ആപ്പ് ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ട് പോലില്ല. അത്തരം ആപ്പുകൾ കണ്ടെത്താനും അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ സെക്യൂരിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കാനും മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്ന് തടയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇവിടെ കുറച്ച് ആപ്പുകൾ. ഇത് അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്പുകളാണ്. ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഒരു തവണ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത ആപ്പുകളാണ്. ചില ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ സമയത്ത് ഉപയോഗിച്ചാണെങ്കിലും പിന്നീട് മാസങ്ങളോളം നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ വലതുഭാഗത്ത് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് അത്തരം ആപ്പുകൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പെർമിഷൻസൊക്കെ നമ്മൾ കൊടുത്ത് അറിയാതെ നമ്മുടെ പെർമിഷൻസൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഡാറ്റകൾ ചോർന്നു പോകുന്നതൊക്കെ തടയാൻ സാധിക്കും. അപ്പോൾ അത്തരം ആപ്പുകൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് 3-4 ഓപ്ഷൻസ് കൂടെ കാണാൻ സാധിക്കും. പെർമിഷൻസ് റിമൂവ്ഡ് എന്നുള്ളത് നമ്മൾ പെർമിഷൻസ് റിമൂവ്ഡ് ചെയ്തിട്ടുള്ള ആപ്പുകൾ ഏതൊക്കെയാണെന്ന്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിനകത്തൊരു സൗകര്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 3 മാസം കഴിഞ്ഞാൽ അതിന് നമ്മൾ നൽകിയിരിക്കുന്ന പെർമിഷൻസൊക്കെ ഗാലറി പെർമിഷൻസ്, കോൺടാക്റ്റ് പെർമിഷൻസ്, നമ്മുടെ ക്യാമറ പെർമിഷൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യുന്ന സൗകര്യമുണ്ട്. അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി റിമൂവ് ചെയ്ത ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാണും. തൊട്ടടുത്തായിട്ട് ഓട്ടോ റിമൂവ് ഓൺ എന്നുള്ള ഓപ്ഷനാണ്. ഇത് നമ്മൾ അത്തരത്തിൽ ഓൺ ചെയ്ത് വെച്ച ആപ്പുകൾ ഏതൊക്കെയെന്ന് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യും. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഏതെങ്കിലും ആപ്പുകളുടെ പെർമിഷൻസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യും. ഇവിടെ കാണാൻ സാധിക്കും പെർമിഷൻസ് വിൽ ബി റിമൂവ്ഡ് എന്ന്. ഓരോന്നും നമ്മൾ 3 മാസക്കാലം ഉപയോഗിക്കാത്ത ആപ്പുകളാണെങ്കിൽ ഇതിൻ്റെ പെർമിഷൻസൊക്കെ റിമൂവ് ചെയ്യും. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്ത് വെച്ചതാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് ഓട്ടോ റിമൂവ് ഓഫ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ നൽകിയിരിക്കുന്ന പെർമിഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യുന്ന തടയുന്ന ഫീച്ചറാണ്. അതായത് ഈ ആപ്പുകളിലൊന്നും ഇതിൻ്റെ പെർമിഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ റിമൂവ് പെർമിഷൻസ് എന്നുള്ള ഭാഗം ഒന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. ഇത് എനേബിൾ ആകും. പിന്നെ ഈ ഒരു ആപ്പ് നിങ്ങൾ 3 മാസത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിന് നിങ്ങൾ എന്തെല്ലാം പെർമിഷൻസ് നിങ്ങളുടെ മൊബൈൽ ഫോണിന് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും. അപ്പം അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഓൾ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മുഴുവൻ ആപ്പുകളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതാണ് പ്ലേ സ്റ്റോറിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സ്. രണ്ടാമത്തെ സെറ്റിങ്സ് ഇവിടെ സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയാൻ സാധിക്കും. നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്പുകൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും പ്ലേ സ്റ്റോർ. ഏതെങ്കിലും ആപ്പിനകത്ത് വൈറസോ മറ്റോ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത്തരം ആപ്പുകളിലേക്ക് ഏതെങ്കിലും വൈറസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോർ തന്നെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് അത്തരം ആപ്പുകൾ കാണിച്ചു തരികയും റിമൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് എനേബിൾ ചെയ്യാം. ഇത് എനേബിൾ ചെയ്യുന്നതോടുകൂടി തൊട്ടടുത്തുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ എനേബിൾ ആകും. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് രണ്ടാമത്തെ. അപ്പോൾ ഒന്ന് ഓൺ ചെയ്താൽ മതി, രണ്ടും എനേബിൾ ആകും. മൂന്നാമത്തെ ഫീച്ചർ ആപ്പ് പ്രൈവസിയാണ്. പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ നിർബന്ധമായും നമ്മൾ ശരിയാക്കി വെക്കേണ്ട 3 സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.